നമുക്കെല്ലാവർക്കും തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും നമ്പേഴ്സ് പറയാൻ അറിയാം. നമുക്കിനി അത് ജർമ്മനിലും കൂടെ പഠിച്ചാലോ? ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെല്ലാവരും ജർമ്മനിയിലോട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ജർമ്മൻ നമ്പേഴ്സ് തന്നെ പഠിച്ചു വെച്ചേക്കാം. ആദ്യം തന്നെ സീറോയ്ക്ക് നമ്മൾ പറയുന്നതാണ് ഞുള്ള്, NULL, ഞുൾ. ഞള്ളെന്നല്ല, ഞുള്ള്. ഇനി വണ്ണിന് പറയുന്നതാണ് ഐൻസ്, EINS, ഐൻസ്. ഇനി ടൂവിന് പറയുന്നതാണ് സ്വൈ, ZWEI. ത്രീക്ക് പറയുന്നതാണ് ഡ്രൈ, DREI. ഇനി ഫോറിന് നമ്മൾ പറയുന്നതാണ് ഫിയർ, VIER. വീഴിക്ക് എപ്പോഴും എഫിൻ്റെ പ്രൊണൗൺസിയേഷൻ വരും, അങ്ങനെ ഫോറിന് ഫിയർ എന്ന് പറയുന്നു. അടുത്ത് ഫൈവിന് നമ്മൾ ഫുൻഫ് എന്ന് പറയുന്നു, FUNF. അടുത്ത സിക്സിന് നമ്മൾ സെക്സ് എന്ന് പറയുന്നു, SECHS. സെവന് നമ്മൾ സീബൻ എന്ന് പറയും, SIEBEN. ഇനി എയ്റ്റിന് നമ്മൾ ആക്ട് എന്ന് പറയും, ACHT, ആക്ട്. നയന് നമ്മൾ ഞൊയൻ എന്ന് പറയും, NEUN. അടുത്ത ടെന്നിന് നമ്മൾ സേൻ എന്ന് പറയും, ZEHN. ഞുൾ, ഐൻസ്, സ്വൈ, ഡ്രൈ, ഫിയർ, ഫുൻഫ്, സെക്സ്, സീബൻ, ആക്ട്, ഞൊയൻ, സേൻ. ഇതാണ് 0 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ പറയുന്നത്. ഇനി 11 to 20. 11ന് നമ്മൾ എൽഫ് എന്ന് പറയും, ELF, എൽഫ്. 12ന് നമ്മൾ സ്വൽഫ് എന്ന് പറയും, ZWOLF. അടുത്ത 13ന് ഡ്രൈസേൻ എന്ന് പറയും, DREIZEHN, ഡ്രൈസ്. ഇനി 13 തൊട്ട് 19 വരെ നമ്മൾ ലാസ്റ്റ് ന്യൂമറിക്കലിലൂടെ സെയിൻ ചേർത്ത് പോവുകയാണ്. 14 വരുമ്പം ഫിയർ സെയിൻ, 15 വരുമ്പം ഫുൻസെയിൻ, 16 വരുമ്പം സെക്സെയിൻ. അടുത്ത് 17 വരുമ്പം സീപ്സെൻ. ഇവിടെ മാത്രം വ്യത്യാസമുണ്ട്, സീബൻസെൻ എന്ന് പറയില്ല, സീപ്സെൻ എന്ന് പറയുള്ളൂ, SIEBZEHN, സീപ്സെൻ. ഇനി അടുത്ത് 18 അക്സെൻ, പിന്നെ 19 ഞൊയൻസെൻ. ഇനി അടുത്ത് 20ക്ക് നമ്മൾ സ്വാൻസിഗ് എന്ന് പറയും, ZWANZIG. അവിടെ നമുക്ക് ZWANBETASIG, ആ സ്പെല്ലിങ് യൂസ് ചെയ്താലും കറക്റ്റാണ്. രണ്ടും പ്രൊണൗൺസ് ചെയ്യുന്ന സ്വാൻസിഗ് എന്ന് തന്നെയാണ്. നമ്പേഴ്സ് 0 to 20 വരുമ്പം ഞുള്ള്, ഐൻസ്, സ്വൈ, ഡ്രൈ, ഫിയർ, ഫുൻഫ്, സെക്സ്, സീബൻ, ആക്ട്, ഞൊയൻ, സേൻ, എൽഫ്, സോൽഫ്, ഡ്രൈസേൻ, ഫിയർസേൻ, ഫുൻഫ്സേൻ, സെക്സേൻ, സീപ്സേൻ, അക്സേൻ, ഞൊയൻസേൻ, സ്വാൻസിക്. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പേഴ്സ് വരുന്നത്. മനസ്സിലായല്ലോ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.